രാഷ്ട്രീയത്തിനതീതമായി ഉയർന്നു പൊങ്ങി മമതാ ബാനർജി എന്ന് തന്നെ പറയേണ്ടി വരും. ബംഗ്ലാദേശിലെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പുതിയ സ്റ്റേറ്റ്മെന്റുമായി, പുതിയ പ്രസ്താവനയുമായി മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുന്നു. മമതാ ബാനർജി പറഞ്ഞത്, ബംഗ്ലാദേശിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടിയെടുക്കുന്നു, എന്ത് നിലപാടെടുക്കുന്നു, അതിനൊപ്പമായിരിക്കും ബംഗാൾ സർക്കാരും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ കിംവദന്തികൾ കേൾക്കരുത്, കിംവദന്തികൾ പരത്തരുത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആത്മസംയമനം പാലിക്കണം. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് എന്തെങ്കിലും നിലപാടുകൾ പറയാനും കഴിയൂ, വിദേശകാര്യ മന്ത്രാലയത്തിന് മാത്രമാണ് എന്തെങ്കിലും അഭിപ്രായം പറയാൻ കഴിയൂ. ഇതിൽ എനിക്ക്, അതായത് മമതാ ബാനർജി, ഒരു സ്റ്റേറ്റിന് പ്രത്യേകിച്ച് റോളില്ല എന്ന് ജനങ്ങളെ ഞാൻ അറിയിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ ആത്മസംയമനം പാലിക്കുക. അതായത് ഈ കിംവദന്തികൾ വിശ്വസിക്കാതിരിക്കുക, പ്രകോപനപരമായ പോസ്റ്റുകളോ ഇല്ലെങ്കിൽ പ്രസ്താവനകളോ നടത്താതിരിക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെ പോവുക. കേന്ദ്രത്തിൻ്റെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കാൻ മമതാ ബാനർജി ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു നിർണായക യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ആ യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ, ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമായിരിക്കും. കാരണം ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ഇന്ത്യയെ ഒരുപാട് തരത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.